നമസ്കാരം. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിന് IC ബാലകൃഷ്ണൻ നൽകിയ ശുപാർശക്കത്ത് ഇന്ന് പുറത്തുവന്നു. സ്വീപ്പർ തസ്തികയിലേക്ക് കോൺഗ്രസ് നേതാവിന്റെ മകൾക്ക് നിയമനം നൽകണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത് DCC പ്രസിഡന്റായിരിക്കെയാണ്. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തപ്പെട്ട കേസാണ്. പ്രതികളായ MLA-മാർ ഉൾപ്പെടെയുള്ള നേതാക്കളെപ്പറ്റി കഴിഞ്ഞ ഏതാനും ദിവസമായി ഒരു വിവരവുമില്ല. അതിനിടെയാണ് ഈ മാസം 15 വരെ അറസ്റ്റ് പാടില്ലെന്ന് വയനാട് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. ഗുരുതര കുറ്റമായിട്ടും ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? പ്രതികൾ എവിടെ? ന്യൂസ് ഈവനിംഗ് വിശദമായി ചർച്ച ചെയ്യുന്നു. സ്വാഗതം. അതിഥികളായി നമുക്കൊപ്പമുള്ളത് കോൺഗ്രസ് പ്രതിനിധി ശ്രീ സംഷാദ് മരക്കാർ, CPIM പ്രതിനിധി K. റഫീഖ്, BJPയുടെ പ്രതിനിധി P. കൃഷ്ണദാസ് എന്നിവർ. ആദ്യം K. റഫീഖിലേക്കാണ്. റഫീഖ്, ഇന്നിപ്പോൾ ചില കത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അതിനുള്ള പ്രതികരണം ഞാൻ സംഷാദിനോട് ചോദിച്ചു തുടങ്ങാമെന്ന് കരുതി, പക്ഷേ എന്തോ ഒരു സാങ്കേതിക പ്രശ്നമുള്ളതുകൊണ്ട് അദ്ദേഹത്തെ കിട്ടിയിട്ടില്ല. താങ്കളുടെ ഈ വിഷയത്തിലെ പ്രതികരണം ആരാഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് ഈ കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്ന് MLA പറഞ്ഞത് അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു കാര്യമല്ലേ, ഒരു കത്തല്ലേ, ഒരു തെളിവല്ലേ ഇന്ന് പുറത്തു വന്നത്? അതെ, തീർച്ചയായും ഇവരെ ഈ വിഷയം വന്നത് മുതൽ ഈ കാര്യങ്ങളെല്ലാം വസ്തുതാവിരുദ്ധമാണ്, വ്യാജമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിന്റെ നേതൃത്വം ആകെ അത്തരത്തിലുള്ള പ്രചരണം നടത്തിയത്. എന്നാൽ ഇപ്പോൾ വളരെ കൃത്യമായി ഓരോ തെളിവുകളും പുറത്തു വന്നിരിക്കുകയാണ്. ഇവിടെ ഇനി ഈ കാര്യത്തിൽ കൂടുതൽ തെളിവുകൾ ഇനി വരാനില്ല. അതായത് NM വിജയേട്ടൻ്റെ കത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്. ആ കത്തിൽ പറഞ്ഞു വെക്കുന്നത്, എൻ്റെ മകൻ ജിജീഷിന് 7 വർഷം അവിടെ തൊഴിലെടുത്തു, ജോലി ചെയ്തു, താൽക്കാലികമായി നിയമനം നൽകാമെന്ന് നേരത്തെ പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ മകനെ പിരിച്ചുവിട്ട് അതിനുശേഷം ആ ഒഴിവിലേക്ക് മറ്റൊരാളെ 25 ലക്ഷം രൂപ നൽകി നിയമിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ IC ബാലകൃഷ്ണൻ MLA നടത്തി എന്നത് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൽ എഴുതി വെച്ചതാണ്. ആത്മഹത്യാ കുറിപ്പിൽ അദ്ദേഹം എഴുതി വെച്ചതാണ്. ആ പറഞ്ഞ കാര്യം വസ്തുതാപരമാണ്, കറക്റ്റാണ് എന്ന് മനസ്സിലാവുന്ന നിലയിലാണ് ഇപ്പോൾ MLA-യുടെ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, ഒരു MLA നിയമനം നടത്താൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ വാങ്ങുക, എന്നിട്ട് നിയമനം നടത്താൻ സ്വന്തം ലെറ്റർ പാഡിൽ, MLA-യുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എഴുതി കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റിന് നൽകുക എന്ന രൂപത്തിൽ അങ്ങേയറ്റം അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് പ്രവർത്തനമാണ് ഇവരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. അതിലിപ്പോൾ അദ്ദേഹം അധികാരം തന്നെ ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. ഈ നിയമന തട്ടിപ്പിന് വേണ്ടി അധികാരം തന്നെ ദുർവിനിയോഗം ചെയ്തിരിക്കുന്നു. IC ബാലകൃഷ്ണൻ ആണ് തൻ്റെ മരണത്തിന് ഉത്തരവാദി എന്ന് NM വിജയേട്ടൻ അദ്ദേഹത്തിൻ്റെ കത്തിൽ എഴുതി വെച്ചതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും വസ്തുതകൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി അധികാരം ദുർവിനിയോഗം ചെയ്തുകൊണ്ട് നിയമനം നടത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ചും വളരെ കൃത്യമായി തന്നെ ഇവിടെ കാര്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ഇനിയും MLA ആയി IC ബാലകൃഷ്ണൻ തുടരുന്നത് നാടിന് അപമാനമാണ്. അതുകൊണ്ട് ഒരു നിമിഷം പോലും അവനെ തുടരാതെ അടിയന്തരമായി രാജിവെച്ചൊഴിയുക എന്നതാണ് ചെയ്യേണ്ടത്. അത് ചെയ്യാത്ത പക്ഷം ജനങ്ങളുടെ ഭാഗത്തുനിന്നും വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമാണ് ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇതിനെയെല്ലാം ന്യായീകരിച്ചുകൊണ്ട് കോൺഗ്രസ് ഇപ്പോഴും ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്നു എന്നതാണ് കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുകയും കേരളത്തിലെ കോൺഗ്രസിന്റെ വികൃത മുഖം വ്യക്തമാവുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ആദ്യം മുതൽ ഇതിനെ NM വിജയേട്ടൻ്റെ കുടുംബത്തെ ഉൾപ്പെടെ ആക്ഷേപിക്കാനും അതുപോലെ തന്നെ ഇതിനെയെല്ലാം ന്യായീകരിക്കാനുമാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറായത്. KPCC പ്രസിഡന്റ് ആ നിലയിൽ നിലപാട് സ്വീകരിച്ചു. കുടുംബത്തെ അന്തവും കുന്തവുമില്ലാത്ത കുടുംബം എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നു, മക്കൾ വന്നെന്നെ ഭീഷണിപ്പെടുത്തി എന്ന രൂപത്തിൽ പറയുന്നു. അങ്ങനെ ആക്ഷേപിക്കാനുള്ള നീക്കമാണ് അവർ നടത്തിയത്. പക്ഷേ അങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ടോ ന്യായീകരണങ്ങൾ നടത്തിക്കൊണ്ടോ ഇതിനെയൊന്നും മറയിടാൻ കഴിയില്ല എന്നതാണ് ഓരോ ദിവസത്തെ തെളിവുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ MLA തന്നെ നിയമനത്തിന് വേണ്ടി നൽകിയിട്ടുള്ള കത്തിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കാൻ പോലീസ് സംവിധാനം തയ്യാറാകണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കോൺഗ്രസ് നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. എന്താണ് അവർ ഈ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് CPIM-ന്റെ വയനാട് ഘടകം ആവശ്യപ്പെടാൻ തുടങ്ങിയിട്ട് ഇത് എത്ര ദിവസമായി? അല്ല, പോലീസിന്റെ ഭാഗത്ത് വളരെ കൃത്യമായ നടപടികളാണ് ഈ നാളിതുവരെ ഉണ്ടായത്. കൃത്യമായ അന്വേഷണം നടന്നു. അതിന്റെ ഭാഗമായിട്ടാണല്ലോ പ്രതി ചേർക്കപ്പെട്ടത്. IC ബാലകൃഷ്ണൻ MLA ഇപ്പോൾ ഈ NM വിജയനും അദ്ദേഹത്തിന്റെ മകനും ആത്മഹത്യ ചെയ്ത കേസിൽ 1-ാം പ്രതിയാണ്. കോൺഗ്രസിന്റെ DCC-യുടെ അധ്യക്ഷൻ 2-ാം പ്രതിയാണ്.
അപ്പോൾ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്നു. കൃത്യമായ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അവരെ പ്രതി ചേർത്തിരിക്കുന്നു. ഇപ്പോൾ അവരിവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അന്വേഷണം അതിൻ്റെ കാര്യക്ഷമമായി തന്നെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കോടതിയിൽ നിന്ന് നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായുള്ള കോടതിയുടെ നടപടിയാണ്. ആ കോടതിയുടെ നടപടി മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഭാഗമായി സ്വാഭാവികമായിട്ട് 2-3 ദിവസങ്ങൾ അത്തരത്തിൽ പോലീസ് നടപടിയിലേക്ക് കടക്കരുത് എന്നത് കോടതിയുടെ സ്വാഭാവികമായ നടപടിയിലാണ് ഇപ്പോൾ ഉള്ളത്. പോലീസ് വളരെ കൃത്യമായി തന്നെയാണ് അന്വേഷണം നേരിടുന്നത്. പക്ഷേ ഇവിടെ വിഷയം അതല്ലല്ലോ. കോൺഗ്രസ് ഇത്രയും വിഷയങ്ങൾ വന്നിട്ടും കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് എന്താണ്? നിങ്ങൾ നോക്കൂ, മരിച്ചത് ഏതെങ്കിലും ഒരു സാധാരണ പക്ഷെ താങ്കൾ തന്നെ ഇപ്പോൾ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതായത് റഫീഖ്, ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതല്ല എന്ന് നമുക്കറിയാം. പക്ഷെ താങ്കൾ തന്നെ പറയുന്നുണ്ടായിരുന്നു അടിയന്തരമായി തന്നെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറാകണം. ആരുടെ പോലീസാണ് എന്നുള്ളത് ഞാൻ താങ്കളോട് ചോദിക്കുകയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇവരെക്കുറിച്ച് ഒരു വിവരവുമില്ല. ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഊഹവുമില്ല. ഇന്നിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് 15 വരെ അറസ്റ്റ് പാടില്ല എന്ന് പറയുമ്പോൾ അവർക്കത് ആശ്വാസകരമാണ്. അപ്പം അതങ്ങനെ ഇവർ കൃത്യമായി തന്നെ ഒരു സുരക്ഷയിൽ കഴിയുകയാണോ എന്ന് സംശയം ഞാൻ ചോദിക്കുകയായിരുന്നു. അല്ല, അത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ ഒരു സമുന്നതരായ നേതാവിന് ഇങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി, നിങ്ങളാണ് പറഞ്ഞത് സ്വിച്ച് ഓഫ് ആക്കി പോകുന്നു, അങ്ങനെ സ്വിച്ച് ഓഫ് ആക്കി പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. എന്തിൻ്റെ പേരിലാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? ഈ 5 പതിറ്റാണ്ട് കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചൊരു മനുഷ്യൻ ഒരു ഗത്യന്തരവുമില്ലാതെ KPCCക്ക് അദ്ദേഹം കത്തെഴുതുന്നു, നേതൃത്വത്തെ പോയി കാണുന്നു. ഇതൊക്കെ ചെയ്തിട്ടും പരിഹാരം ഉണ്ടാകാത്തതിൻ്റെ ഭാഗമായി തൻ്റെ മകനെയും, ഭിന്നശേഷിക്കാരനായ തൻ്റെ മകനെയും ചേർത്ത് പിടിച്ച് മരണത്തിനിരയാകേണ്ടി വരുന്നു. കേരളത്തിൽ സമാനതകളുള്ള സംഭവം മറ്റൊന്നുണ്ടോ? അങ്ങനെ ഉണ്ടായതിനു ശേഷം പോലീസ് വളരെ കൃത്യമായ അന്വേഷണം നടത്തുന്നു. അന്വേഷണം നടത്തി എല്ലാ തെളിവുകളും ശേഖരിച്ചുകൊണ്ട് പ്രതി ചേർക്കുന്നു. അതിൻ്റെ പോലീസ് വളരെ പെട്ടെന്ന് കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ല, പകരം അതിൻ്റെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ആ നിലയിൽ തന്നെയാണ് കേരളത്തിലെ പോലീസ് വളരെ സുതാര്യമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അതിനുശേഷം കേസെടുക്കുന്നു. കേസെടുത്ത് അടുത്ത നടപടികളിലേക്ക് കടക്കുമ്പോൾ ഇവർ ചെയ്യുന്നത് എന്താണ്? ഇവർ ഈ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞതുപോലെ സ്വിച്ച് ഓഫ് ആക്കി ഒളിവിൽ പോകേണ്ട അവസ്ഥ വരുന്നു. ആർക്കാണ്? ഒരു ജനപ്രതിനിധിക്കാണ്. എന്നിട്ടും ആ ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം രാജിവെക്കാൻ തയ്യാറായോ? DCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അവരെ മാറ്റി നിർത്താൻ തയ്യാറായോ? ഇതൊന്നും ചെയ്തില്ല. അപ്പോഴും കുടുംബത്തെ ആക്ഷേപിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുക എന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കുന്നുണ്ട്. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ കാര്യങ്ങൾ നിയമത്തിന് മുമ്പിൽ വരും. എല്ലാ തെളിവുകളും പോലീസ് അതിന്റെ അന്വേഷണങ്ങളെല്ലാം വളരെ കൃത്യമായി നടത്തും. നിങ്ങൾ അതിലേക്ക് വിഷയത്തെ ചുരുക്കല്ലേ? അതിലേക്ക് ചുരുക്കുകയല്ല ഞാൻ ചോദിക്കുന്നത്. അല്ല, ഇവരെവിടെയാണ്? ഇത്ര ഗുരുതരമായ ഒരു ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ള MLA ആണ്. താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ MLA ഉൾപ്പെടെയുള്ള നേതാക്കളാണ്. അപ്പോൾ ഇവരിലേക്ക് ഇതുവരെ എത്താൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എന്നിട്ട് താങ്കൾ തന്നെ ആവശ്യപ്പെടുകയാണ് അടിയന്തരമായി തന്നെ ഇവരെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ പോലീസ് തയ്യാറാകണം എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്തുകൊണ്ട് എത്തുന്നു എന്ന ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ റഫീഖ്. അല്ല, സ്വാഭാവികമായി വരുന്ന ചോദ്യമല്ല. ഇവിടെ നിങ്ങൾ ഈ വിഷയത്തിന്റെ പ്രാധാന്യം കുറക്കുന്നതിന് വേണ്ടി അത്തരം സ്വാഭാവിക പ്രതികരണ രൂപത്തിൽ പറയില്ല. ഞാനതാണ് പറഞ്ഞു വരുന്നത്. പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കുന്നു. അതുകൊണ്ടാണല്ലോ പ്രതി ചേർക്കപ്പെട്ടത്. ഇവിടെ NM വിജയേട്ടൻ്റെ കത്ത് പുറത്തു വന്നതിന് ശേഷം വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം നടത്തുകയും അവിടെ കുടുംബക്കാരെ, മകനെ ഉൾപ്പെടെ വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഈ കേസിൽ 1-ാം പ്രതിയായി MLA ചേർത്തിരിക്കുന്നു. 2-ാം പ്രതിയായി കോൺഗ്രസിൻ്റെ DCC അധ്യക്ഷനെ ചേർത്തിരിക്കുന്നു. പോലീസിൻ്റെ ഭാഗത്തുനിന്നും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണങ്ങൾ കൃത്യമായി മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത് വിജിലൻസ് എൻക്വയറി നടക്കുന്നു, മറുഭാഗത്ത് ഈ സ്പെഷ്യൽ ടീമിൻ്റെ എൻക്വയറി നടക്കുന്നു. ഇവിടെ കോടതിയുടെ ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഇടപെടലാണ് ഒരു മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു MLA, ജനപ്രതിനിധി, കോൺഗ്രസിന്റെ തന്നെ സമുന്നതനായ ഒരു നേതാവോ അവരങ്ങനെയാണോ ചെയ്യേണ്ടത്? അവർ ചെയ്യേണ്ടത് നിയമത്തിന് മുമ്പിൽ, അവർ ഭയപ്പെടുന്നില്ലെങ്കിൽ നിയമത്തിന് മുമ്പിൽ വരികയല്ലേ വേണ്ടത്? അവർക്ക് തെറ്റില്ല എന്നാണ് അവർക്ക് തോന്നുന്നതെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്ന നിയമത്തിന് മുമ്പിൽ വരിക. ഇതിലേക്ക് ചുരുക്കുന്നു എന്ന് താങ്കൾ ദയവേത് ആക്ഷേപിക്കരുത്. പക്ഷെ എനിക്ക് മനസ്സിൽ വരുന്ന ഒരു സംശയം ഞാൻ അതുകൂടി ഞാൻ ചോദിച്ചിട്ട് ഞാൻ സംശാദിലേക്ക് പോകും. ഞാൻ താങ്കൾക്ക് സമയം തരാം. ഒരു ചോദ്യം കൂടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഏറ്റവും ഒടുവിലായി കണ്ടതാണ് ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം. അത് മറ്റൊരു കേസാണ് എങ്കിൽ പോലും പരാതി നൽകുന്നു, കേസാകുന്നു, അതിനുശേഷം ചടുലമായ നീക്കം പോലീസിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടതാണ് അല്ലേ? അദ്ദേഹം കീഴടങ്ങാനൊന്നും തയ്യാറായിരുന്നില്ല. അദ്ദേഹം ഇവിടം വിട്ടുപോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാണ് നമുക്കൊക്കെ കിട്ടിയ വിവരം. പക്ഷേ അത് സമ്മതിക്കാതെ പോലീസ് വളരെ
മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മളൊക്കെ പറഞ്ഞത്. ആ ഒരു പ്രവർത്തനം ഇവിടെ കാണുന്നില്ലല്ലോ. മികച്ച പ്രവർത്തനം തന്നെയാണ് പോലീസ് ഇക്കാര്യം നടത്തുന്നത്. നിങ്ങൾ ഒരു കേസും ഇതും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിലെ വിഷയം എവിടെയാണ്? NM വിജയേട്ടൻ്റെ ഈ കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പുറത്തു വരുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മാത്രമാണ്. ആ പുറത്തു വന്നതിന് ശേഷം വളരെ കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുത്തു. വളരെ കൃത്യമായി തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളിൽ പരിശോധന നടത്തി. അത് ആധികാരികത ഉറപ്പുവരുത്തി. കത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആധികാരികത ഉറപ്പുവരുത്തി. അങ്ങനെയാണ് പോലീസ് ഇവരെ പ്രതി ചേർക്കുന്നത്. പ്രതി ചേർത്തു എന്നറിയുമ്പോൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ, കോൺഗ്രസിന്റെ നേതൃത്വം എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യം എന്താ? അവർ ചെയ്യുന്നത് അതിന് പകരം ഈ രൂപത്തിൽ അവരതിന് പിന്നെ ഒളിവിൽ പോകുക ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണോ അവർ ചെയ്യേണ്ടത്?